തിരുവനന്തപുരത്ത് കോടികളുടെ MDMA പിടികൂടിയതിൽ പ്രതികളുടെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കാൻ പോലീസ്. വിദേശയാത്രകളിലും അന്വേഷണം നടത്തും. ടൂറിസ്റ്റ് മേഖല ലക്ഷ്യം വെച്ചാണ് മയക്കുമരുന്ന് എത്തിച്ചതെന്ന് നിഗമനമുണ്ട്. TV പ്രസാദ് ചേരുന്നു വിശദാംശങ്ങളുമായി. പ്രസാദ്, ചെറിയൊരു ലഹരി വേട്ടയൊന്നുമല്ല നടന്നത്, പ്രത്യേകിച്ച് എയർപോർട്ടിൽ നിന്നൊക്കെ പുറത്തു വരുന്ന ഒരു സാഹചര്യം. ഇതിലിപ്പോൾ ഈ സഞ്ജുവിനെ കേന്ദ്രീകരിച്ചൊക്കെ വലിയ അന്വേഷണം തന്നെ നടക്കുമല്ലേ? ഇതിലിപ്പോൾ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? റോഷ്നി, ഈ ഡോൺ എന്നറിയപ്പെടുന്ന സഞ്ജു മയക്കുമരുന്ന് വ്യാപാര രംഗത്ത് പ്രധാനിയാണ് എന്നാണ് പോലീസും ഡാൻസ് ഓഫ് നൽകുന്ന വിവരം. നേരത്തെ തന്നെ സഞ്ജുവിനെ കുറിച്ച് ഡാൻസ് ഓഫിന് വിവരമുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് സഞ്ജുവിനെ പോലീസ് ഡാൻസ് ഓഫ് പിന്തുടരുകയും ചെയ്യുന്നത്. ഈ വർഷം ഇപ്പോൾ 7 മാസം പൂർത്തിയാകുന്നതേ ഉള്ളൂ. അപ്പോൾ തന്നെ 4 തവണയാണ് സഞ്ജു മസ്കറ്റിൽ പോയി തിരിച്ചു വന്നത്. അവിടെ ഒരു ജോലിയുമില്ലാത്ത, അവിടെ ഒരു വ്യാപാരവുമില്ലാത്ത സഞ്ജു എന്തിനാണ് ഇങ്ങനെ തുടർച്ചയായി മസ്കറ്റിലേക്ക് പോകുന്നത് എന്ന ചോദ്യമുണ്ട്. അതിനുള്ള മറുപടി സഞ്ജുവിൽ തന്നെ നേരത്തെ ഉണ്ട്. നമുക്കറിയാം, ഒരുപാട് കാലമായില്ല പട്ടികളെ, അതായത് വളർത്തു നായ്ക്കളെ വളർത്തിക്കൊണ്ട് ലഹരി കച്ചവടം നടത്തുന്ന ആളാണ് വർക്കല കേന്ദ്രീകരിച്ചുള്ള ഈ സഞ്ജുവിന്റെ അടുത്തേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥർ ആരെങ്കിലും വന്നാൽ പട്ടികളെ അയച്ചുവിടുന്നത് വലിയ തോതിൽ അന്ന് വാർത്തകളും ആയതാണ്. സഞ്ജുവിന്റെ ബന്ധം വർക്കലയിലെ ടൂറിസ്റ്റ് ഏരിയയിൽ മാത്രമല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അത് സ്കൂൾ കോളേജുകൾ കേന്ദ്രീകരിച്ചും എറണാകുളത്തും അതുപോലെ തന്നെ കോഴിക്കോട്ടും ഇതിന്റെ വലയുണ്ട് എന്നുള്ളതാണ്. ഈ മയക്കുമരുന്ന്, ഈ MDMA പരിശോധിച്ച ഉദ്യോഗസ്ഥർ പറയുന്നത് സാധാരണ ബാംഗ്ലൂരുവിൽ നിന്നും മറ്റും കേരളത്തിലേക്ക് വരുന്ന സാധാരണ വലിയ, അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഗുണനിലവാരമില്ലാത്ത MDMA അല്ല ഇന്നലെ സഞ്ജുവിൽ നിന്ന് കണ്ടെത്തിയ 1.25 കിലോഗ്രാം. അത് ക്രിസ്റ്റൽ ക്ലിയർ സാധനമാണ് എന്നാണ് ഈ രംഗത്തെ വിദഗ്ധരായ ഉദ്യോഗസ്ഥർ പരിശോധിച്ചപ്പോൾ പറഞ്ഞത്. അതായത് ഒരുപാട് ഈ രംഗത്ത് ഗുണനിലവാരമുള്ള, ചോദിക്കുന്ന പണം കിട്ടുന്ന സാധനം വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്തു എന്നുള്ളതാണ്. കുടുംബത്തിനെ മറയാക്കിക്കൊണ്ടാണ് സഞ്ജു ഇതെല്ലാം ചെയ്തത്. പക്ഷെ അങ്ങനെയെല്ലാം ചെയ്യുമ്പോഴും വലിയ ടെക്നിക്ക് ഇതിനകത്ത് സഞ്ജു പ്രയോഗിക്കുന്നുണ്ട്. ആ പാർസലുകൾ ഒന്നും അത് സഞ്ജുവിന്റെ പേരിലല്ല അയച്ചത്. അതാണ് ഇന്നലെ രാവിലെ അവിടെ നേരിട്ട് നമ്മുടെ സുനിഷ എത്തിയ സമയത്ത് 7 മണിക്ക് പോലീസ് ജീപ്പിൽ വെച്ച് സഞ്ജു നമ്മുടെ ക്യാമറയിൽ പറയുന്നുണ്ടായത്. അത് ആർക്ക് വേണ്ടിയാണ് അയച്ചത് എന്ന് നിങ്ങൾ നോക്കണം എന്ന്. അതായത് എല്ലാ കാര്യങ്ങളും കൃത്യതയോടെ നിർവഹിച്ചു പോകുന്നു എന്നുള്ളതാണ്. വിമാനത്താവളത്തിലടക്കം സഞ്ജുവിന് പിടിപാടുണ്ട് എന്ന നിഗമനത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ഇന്നലെ 1.25 കിലോ MDMA ഡോൺ എന്നറിയപ്പെടുന്ന സഞ്ജുവിൽ നിന്ന് പിടിച്ചത് സഞ്ജുവിന്റെ ഈ കടത്ത് ആദ്യത്തേതല്ല എന്ന് ഡാൻസ് ഓഫ് ഉറപ്പിക്കുന്നു. പോലീസ് സംശയിക്കുന്നു. ഇനി ഇത് ആർക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് എന്ന തലത്തിലേക്ക് അന്വേഷണം സത്യസന്ധമായി പോകുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. റോഷ്നി.